പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ ക്വട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ സഞ്ജയ്. ക്വട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണെന്നും തന്റെ ബിസിനസ് തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും സ്പാ ഉടമ ആരോപിക്കുന്നു. സുനിൽ ഇലന്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? പത്തനംതിട്ട തിരുവല്ലയിലെ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമ തന്റെ ബിസിനസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ കൊട്ടേഷൻ ആക്രമണമാണ് തന്റെ സ്ഥാപനത്തിനും ജീവനക്കാരിക്ക് നേരെ ഉണ്ടായത് എന്ന ആരോപണമാണ് സ്പാ ഉടമയായ സഞ്ജയ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് സഞ്ജയ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകും. ഗുണ്ടാപിരിവ് നൽകാത്തതിലുള്ള വിരോധം എന്നത് പോലീസിന്റെ കഥ മാത്രമാണ് എന്നാണ് സ്പാ ഉടമ പറയുന്നത്. ഗുണ്ടകളും പോലീസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടും ഉണ്ട് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. സ്പായിലെ ഒരു ജീവനക്കാരിയും അക്രമി സംഘത്തിന് ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും സ്പാ ഉടമ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അക്രമത്തിനിരയായ ജീവനക്കാരിയും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവരും ഇന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. തന്നെ പ്രതികൾ ആക്രമിക്കുമ്പോൾ സഹപ്രവർത്തകയായ ജീവനക്കാരി യാതൊരു തരത്തിലും സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെ കാഴ്ചക്കാരിയായി നിൽക്കുകയായിരുന്നു എന്ന് അതിജീവിത പറയുന്നു. ഗുണ്ടകളുടെ ആക്രമണത്തിന് ശേഷം താൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സഹപ്രവർത്തക ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്നതായാണ് കണ്ടതെന്നും അതിജീവിത പറയുന്നു. സംഭവത്തിൽ പോലീസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായാണ് ലഭിക്കുന്ന വിവരം. ഈ മാസം 1 ഉച്ചയോടെയാണ് കാപ്പ കേസ് പ്രതി മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ 6 സംഘം സ്പായിൽ കടന്നു കയറി ജീവനക്കാരിയെ ആക്രമിച്ചത്. സുബിൻ അലക്സാണ്ടർ 18ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്ത പ്രതികൾ ആ സമയം സ്പായിൽ ഉണ്ടായിരുന്ന ഒരാളെ ഭീഷണിപ്പെടുത്തി യുവതിക്കൊപ്പം നിർത്തി നഗ്ന ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ സുബിൻ അടക്കം 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇനി കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്.